ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ക്രിസ്തുമസൊക്കെ അല്ലേ വരുന്നേ, പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ. ചേട്ടായി രാവിലെ എഴുന്നേറ്റ പാടെ കണക്ക് പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തോ എഴുതുകയും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വരവും ചിലവും ഒക്കെ ചേട്ടായി പണിയെടുക്കാൻ തുടങ്ങിയ കാലം മുതൽ എഴുതി വെക്കാറുണ്ട്. ഓരോ കൊല്ലവും ഓരോ ബുക്കും ഉണ്ടാവും ചേട്ടയുടെ കയ്യിൽ. ചുമ്മാ ഒരു രസമല്ലേ. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ പറയുന്നേ. അത് കഴിഞ്ഞേച്ച് പിന്നെ ഇതാ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്രിസ്തുമസ് കേക്ക് 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റെസിപ്പി കേട്ടോ ഇന്നിപ്പോൾ കാണിക്കുന്നത്. ഈ രീതിയിൽ കേക്ക് ഉണ്ടാക്കാൻ അധികം ചിലവുമില്ലേ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാത്രവും സ്പൂണും എല്ലാ സാധനങ്ങളും നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം എടുക്കാൻ. ഒട്ടും വെള്ളമായി ഉണ്ടാവരുത്. പിന്നെ നമ്മൾ കേക്കിലേക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളിതൊക്കെ പിന്നെയും പറയുമല്ലോ. അങ്ങനെ പറഞ്ഞതാണേ. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എടുക്കാം. നമുക്ക് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഈത്തപ്പഴവും ചെറി അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. കുറച്ച് മുന്തിരിങ്ങ ഉണ്ട്, 2 കളറിലുള്ള മുന്തിരിങ്ങ. അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് വെച്ചിട്ടില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് വേറെയാണ്. നമ്മൾ കാരമൽ സിറപ്പിൽ അണ്ടിപ്പരിപ്പ് മിക്സ് ആക്കത്തില്ല, അതുകൊണ്ട് അത് വേറെയും വെച്ചിട്ടുണ്ട്. പിന്നെ 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് 2 ഏലക്കായുടെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തതാണ്. പിന്നെ 3 ഗ്രാമ്പൂ ഉണ്ട്, ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട. ജാതിക്ക ഇത്രയും വേണ്ട, കുറച്ചൊന്ന് ചിരണ്ടി ഇടാനുള്ളതാണ്. കാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ ചീനച്ചട്ടിയിലേക്ക്. സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ കളറ് മാറി തുടങ്ങുമ്പം ചെറിയ തീയിലാക്കിയിട്ട് ഇളക്കി കൊടുക്കണേ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ കേക്കിനൊരു കയ്പ്രസം ഉണ്ടാവുകയെ. നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ നിറം ആവുകയും വേണം, എന്നാലേ കേക്കിന് നല്ല കളർ ഉണ്ടാവത്തുള്ളൂ. ഇനി ഞാൻ 1/2 കപ്പ് പച്ചവെള്ളം ഓട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം പകുതി ഒഴിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പകുതി ഒഴിക്കാം. ഇച്ചിരി നീങ്ങി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പതുക്കെ ഒഴിക്കാൻ, ദേഹത്തേക്ക് തെറിച്ച് വരും അല്ലെങ്കിൽ. ഇപ്പോൾ ഒന്ന് കട്ട പിടിച്ച പോലെ ഇരിക്കും, അത് കുഴപ്പമില്ല. ഇതുണ്ടോ, ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അന്നേരം നന്നായിട്ട് യോജിച്ച് വരുവേ. ഇനി ബാക്കി പകുതിയും കൂടെ ഒഴിക്കട്ടെ വെള്ളം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂണിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഇതിനകത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിൽ അലിഞ്ഞു വരും. ഇനിയിപ്പോൾ ഈ സിറപ്പിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണേ. തീ ഓഫാക്കിയിട്ടില്ല. ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് കുറുകി വരട്ടെ, എന്നിട്ട് തീ ഓഫാക്കാം. കറുത്ത മുന്തിരി, നമ്മൾ കുരുവില്ലാത്ത മുന്തിരി കേട്ടോ വാങ്ങേണ്ടത്. നമ്മളിതിനകത്തേക്ക് ഓറഞ്ചിൻ്റെ നീരോ തൊലിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റുള്ള, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഓറഞ്ച് തൊലി സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. വിളയിച്ചത് വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്കിലേക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. നമ്മൾ കേക്കിൻ്റെ മിക്സ് ആക്കുന്ന സമയത്ത് അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. ഇപ്പോൾ അതൊന്നും എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ പോലും ഇങ്ങനെയാണെങ്കിലും എളുപ്പം നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ്. ഓറഞ്ച് തൊലി വിളയിച്ചത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫാക്കുവാണേ. ഇങ്ങനെ മതി. ഇതിനിവിടെ ഇരുന്നോട്ടെ. ഇതങ്ങനെ കുറേ സമയം വെക്കണം എന്നൊന്നുമില്ല. നമ്മൾ കേക്കിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്ന അത്രയും നേരം ഇവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കരുത് കേട്ടോ. അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ അതങ്ങ് സോഫ്റ്റായി പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഒഴികെ ബാക്കി എല്ലാ സാധനവും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം നമ്മൾ ചേർക്കുവാണെങ്കിൽ കുഴഞ്ഞു പോയ സൈസ് ഈന്തപ്പഴമില്ല, അത് ചേർക്കാതെ
അല്ലാത്തത് കുഴയാത്ത രീതിയിലുള്ള ഈന്തപ്പഴം ചേർക്കണം. അത് ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർക്കാനേ. ഇനിയിപ്പോൾ അടുത്ത പണി, കുക്കർ ഒരു 15 മിനിറ്റ് നല്ലതായിട്ട് പുക വരണം കുക്കറിൽ നിന്ന്, അതുവരെയും ചൂടാക്കണം. കുക്കർ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം കേക്കിൻ്റെ പൊടികളൊക്കെ മിക്സ് ആക്കാനൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പേ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തിരിക വെച്ച് കൊടുത്താലും മതി. ഈ തിരിക ഞാൻ വെച്ചാൽ ഈ പാത്രം ശരിക്കിരിക്കത്തില്ല കേട്ടോ, ചരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ തിരിക വെക്കാറില്ല. എന്തെങ്കിലും ഒരു പാത്രമാണ് ഇതിനകത്തേക്ക് കമിഴ്ത്തി കൊടുക്കുന്നത്, എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെക്കണം. പിന്നെ ഉപ്പൊന്നും ഞാൻ ഇട്ടിട്ടല്ല കേട്ടോ ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത്, വെറുതെ എന്തെങ്കിലും പാത്രം വെക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ കുക്കർ ഇങ്ങനെ ഇരിക്കുന്ന വലിയ ഭംഗിയൊന്നുമില്ലാതെ, ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന ഒരു പഴയ കുക്കറാണ്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പഴയ പാത്രം, ചരുവോ കുക്കറോ ഒക്കെ എടുക്കുന്ന കേട്ടോ നല്ലത്. ഞാൻ ഇതിനകത്തേക്ക് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു പഴയ പാത്രം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടപ്പ് അടയ്ക്കുവാണേ. വിസിൽ വേണ്ട. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നമ്മൾ എടുക്കുമ്പം ഒരുപാട് കുത്തി കൊള്ളിച്ചെടുക്കാതെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തട്ടി നോക്കണം. ഇങ്ങനെ തട്ടിയിട്ട് ലെവലായിട്ട് നിൽക്കുന്ന പരുവത്തിലാണ് 1 കപ്പ് മൈദ എടുത്തേക്കുന്നത്. അരിപ്പയിലേക്ക് ഇടുവാണേ. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരം, ഒരു നുള്ള ഉപ്പ്. എന്നിട്ടിത് 3 പ്രാവശ്യം ഒന്ന് ഇടഞ്ഞെടുക്കണം. ഞാൻ ഇടഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം. ഇനി ഉപ്പും കൂടെ ചേർത്തു. മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും 3 പ്രാവശ്യം ഇടഞ്ഞെടുക്കട്ടെ. ഇത്രയും സാധനങ്ങളാണ് ചേർത്തേക്കുന്നത്. മൈദ ഞാൻ ഇടഞ്ഞൊക്കെ വെച്ചു. ഇനിയിപ്പം 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിക്കാനാണ്. ഈ പഞ്ചസാരയിലേക്ക് നേരത്തെ എടുത്തു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ജാതിക്കൊക്കെ കുറച്ച് മതി. ഒന്ന് പൊടിക്കട്ടെ. പഞ്ചസാര പൊടിച്ചെടുത്തു. ഇനി 2 മുട്ടയാണ്, പൊട്ടിച്ചൊഴിക്കട്ടെ. മുട്ട പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ എന്നതാണോ കിട്ടുന്നത് അത് ഞാനങ്ങ് എടുക്കും കേട്ടോ. തോട് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കത്തിയോ സ്പൂണോ എന്നാ കിട്ടിയാലും മുട്ട പൊട്ടിക്കാൻ അങ്ങ് എടുക്കും. ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം ചേർക്കാം. ഇത് വലിയ മുട്ട കേട്ടോ, അതുകൊണ്ട് ഞാൻ 2 എണ്ണേ ചേർത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ വാനില എസൻസ്. ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാവേ. ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എപ്പോഴും ഒഴിക്കുന്നത്. എണ്ണയുടെ രുചിയും മണമൊന്നും വരാത്ത എണ്ണകൾ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ മൈദയുടെ മിക്സ് 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുവാണ്. ഒരുപാട് നേരം ഒന്നും അടിക്കുകയൊന്നും വേണ്ട, എല്ലാം ഒന്ന് യോജിച്ച് വരണം, അത്രയും മാത്രം മതി. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എന്നതൊക്കെ ചേർക്കണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. വേണ്ടത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കിലോ കേക്കിന് കുറഞ്ഞത് 250 ഗ്രാം വരെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കും. 1 കിലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിനിമം 250 ഗ്രാം മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ എടുക്കുന്നത്. മിക്സിയിൽ അടിച്ചെടുത്ത എല്ലാ സാധനവും കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. വല്ലാതെ ടൈറ്റായിട്ട് ഇരിക്കുവാന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് പാല്, അത് ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ, അങ്ങനെ നമുക്ക് കേക്കിൻ്റെ ഒരു പരുവം അറിയാമല്ലോ, മാവിൻ്റെ പരുവം അറിയാമല്ലോ. ആ ഒരു കണക്കിന് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മാവ് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ പാലൊന്നും ഒഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെ എല്ലാം ചേർത്തപ്പോൾ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സിറപ്പിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ടില്ലായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തേ. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നേ. 1 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫ്രൂട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക.
ഇനി എല്ലാം കൂടെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരേ ഭാഗത്തേക്ക് തന്നെ ഇളക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാതെ. ഞാൻ കേക്കിൻ്റെ പാത്രത്തിൽ നല്ലപോലെ എണ്ണയൊക്കെ സൺഫ്ലവർ ഓയിൽ തന്നെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ബട്ടർ പേപ്പർ വെക്കാതെ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കട്ടെ. ഈ ഒരു പരുവത്തിലാട്ടോ കേക്കിൻ്റെ മാവ് ഇരിക്കേണ്ടത്. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വെള്ളം പോലെ ആവരുത് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ. കുക്കർ നല്ലതുപോലെ ചൂടായിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ കേക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൈ പൊള്ളാതിരിക്കാൻ. കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ വെക്കുന്നുണ്ട്. നേരത്തെ വെക്കാൻ മറന്നുപോയതാണ്. പിന്നെ 45 മിനിറ്റാണ് ഞാൻ വേവിച്ചെടുത്തത്. നന്നായിട്ട് പൊങ്ങി വെന്തൊക്കെ വന്നിട്ടുണ്ട്. കേക്ക് നമ്മൾ കുക്കറിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് 40-50 മിനിറ്റൊക്കെ വേണ്ടി വരും വേവാൻ വേണ്ടിയിട്ട്. ഒന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ അടച്ചു വെച്ചാൽ മതി. ഇടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ. 40 മിനിറ്റിന് മുമ്പ് തുറന്ന് നോക്കരുത്. കേക്ക് പൊങ്ങി വരുമ്പം നമ്മൾ തുറന്നാൽ താണു പോകും കേക്ക്. കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 2 ദിവസം വെച്ചിട്ട് മുറിക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് അത് തണുക്കണമല്ലോ ഇനിയിപ്പോൾ എടുക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക. ആദ്യം കുഞ്ഞിപ്പെണ്ണിന് ചോറ് കൊടുക്കുവാണ്. അക്കുന് ഇന്നിപ്പോൾ എക്സാം ഇല്ലായിരുന്നു. കുഞ്ഞിപ്പെണ്ണിന് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നതാ. നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ മോനാണ് അബി. ആള് ചില്ലറക്കാരനല്ല, ഒരു കുട്ടി കച്ചവടക്കാരനാട്ടോ. നീ മീൻ കൊടുക്കുന്നില്ലേ? എത്ര രൂപ? ഭയങ്കര വിലയാണോ? 150 രൂപയുടെ മീനോ? അതേതാ? മറ്റേ മഞ്ഞയോ? മഞ്ഞല്ല, മഞ്ഞ. ഓ, അത് 150. 150ഓ? ജോഡി? ജോഡി ഒന്നും ഇവിടെ അത് അവിടെ ഉണ്ട്, വേറെ ഉണ്ട്. മറ്റേ കളറുള്ളതിനോ? നീലയോ മഞ്ഞയോ എന്തൊക്കെയോ കളറ്. ഇത് 60. പല വിലയുടെ അല്ലേ? എല്ലാം ഇതിൽ ഒന്നിലിടാൻ പറഞ്ഞു. നിലത്ത് കല്ലൊക്കെ കെട്ടി ഷീറ്റൊക്കെ വിരിച്ച് വെള്ളമൊക്കെ നിറച്ച് നല്ല ഭംഗിയായിട്ട് കുളമൊക്കെ ഉണ്ടാക്കി കേട്ടോ മീനിനെ വളർത്തുന്നത്. കുഞ്ഞിപ്പെണ്ണ അയൽവക്കത്തെ കൊച്ചിനോട് വർത്തമാനം പറയുക. ജനൽ തുറന്നു നോക്ക്, കാണിച്ചാൽ അവിടെ ഉണ്ടാവുക. എന്തിയേ? എവിടെയാ മിന്നു? ഇന്നിക്കുട്ടി ഇങ്ങോട്ട് നീങ്ങുന്നേടി. മിന്നു ഇതാ മിന്നുവിനെ കണ്ടു. ഇത്ര നേരം ജനലിൽ കൂടി ആയിരുന്നല്ലോ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്ന്, ഇപ്പം ഇങ്ങനെയായോ? എന്തിയേ ചേച്ചി? താത്ത എന്തിയേ? ആണോ? സൈഡൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കും കേട്ടോ. നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ് ബട്ടർ പേപ്പറൊന്നും വെച്ചില്ലെങ്കിലും. നല്ല സോഫ്റ്റുള്ള നല്ല കേക്കായിട്ടുണ്ട് കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ചെറിയ ചേട്ടായി ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാ. നല്ല മണമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കേക്കാണ്. കഴിച്ചു നോക്കി കേട്ടെ. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞ ശരിയോ? സൂപ്പറാ? സോഫ്റ്റൊക്കെ ഇല്ലേ? കാണിച്ച്. വിളവെടുക്കുവാണോ? കിഴങ്ങ് ചെടി ചെറുത് നമ്മളെ പഴയ വീട്ടിൽ കടയിൽ കൊണ്ടുവന്ന വേസ്റ്റ് ഇല്ലേ, കേടായ കിഴങ്ങെന്ന് നമ്മളെടുത്ത്. എന്നാലും അങ്ങനെ കിട്ടിയില്ലോ. ഇതുണ്ടോ കിഴങ്ങുണ്ടല്ലോ. കുഞ്ഞ് കണ്ടുപിടിച്ചു. പക്ഷെ പപ്പ വിളവെടുക്കുന്നു. കിഴങ്ങ് ഉണ്ടോ? ഇനി ഉണ്ടാവില്ല. ഇല്ല, അടുത്തെടുക്കാവേ. ഇതിൽ നിന്ന് 2
അത്യാവശ്യം വലിപ്പമുള്ളത്, ഇത്ര ചെറുതല്ല, 2 ചെറുതാണ്. ഇതിനകത്ത് കടിച്ചു വേടോ കേടുണ്ടോ? ഇതെന്താപ്പാ? നല്ല ടേസ്റ്റായി ഉരുളക്കിഴങ്ങ്. ഇനിയില്ല. ചെടിച്ചട്ടിയിലും കിഴങ്ങ് വളരും. ഇതിനകത്തുണ്ടേ ഇനി ഞാനാ കണ്ടുപിടിച്ചേ 2 അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല വലുതാതില്ലേ? വേറെ ഉണ്ട് അതിനകത്ത്. ബത്തേരി ടൗണിലെ പൂമരമൊക്കെ ക്രിസ്തുമസ് പ്രമാണിച്ച് നല്ല അടിപൊളിയാക്കി അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റും പിന്നെ സ്റ്റാറും ക്രിസ്മസ് അപ്പൂപ്പനും എല്ലാമായിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചേട്ടായുടെ സുഹൃത്തിൻ്റെ തട്ടുകടയാണേ. അവിടെ നല്ല മുട്ട ബജി കിട്ടും. മുട്ട ബജിയൊക്കെ മുറിച്ചിട്ട് അതിനകത്ത് ഉള്ളിയും കുറച്ച് കാന്താരി ചമ്മന്തിയൊക്കെ മിക്സാക്കിയിട്ട് അവിടെ തരുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.